ഇന്നത്തെ ദിവസം എഴുന്നേൽക്കാൻ കുറച്ച് മടിയുള്ളൊരു ദിവസമാണ്. കാരണം ലാസ്റ്റ് 3-4 ദിവസമായിട്ട് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് കുറച്ച് മടിയുണ്ടായി. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന റുട്ടീൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ 5:30 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റേക്കുന്നത്. ഒരു വർക്കൗട്ട് റൂട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിനി ഫോളോ ചെയ്ത് പോകണം. കുറച്ചും കൂടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ടിട്ട് ഞാനിങ്ങനെ നേരത്തെ എഴുന്നേറ്റിട്ട് കേർട്ടനൊക്കെ മാറ്റി നോക്കുമ്പോഴാണെങ്കിലും നേരം വെളുത്തിട്ടൊന്നുമില്ല, ഇരുട്ട് പോലെ തന്നെ ഇരിക്കുകയാണ്. ഒരു 6:30 ഒക്കെ ആകുമ്പോഴാണ് കറക്റ്റായിട്ട്, ഇപ്പം വിൻ്റർ ആയതുകൊണ്ടായിരിക്കും ആ സമയത്താണ് വെട്ടം വരുള്ളൂ. അപ്പോൾ അതിനുശേഷം ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചിട്ട് ഹെയർ പ്ലേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ആരും ഇതുപോലെ ഹെയർ കെട്ടാതെ അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യാതെ ഇടരുത്. കാരണം ഹെയർ കെട്ടുപിടിക്കാനും ഹെയർ കൊഴിഞ്ഞു പോകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. ഞാൻ ലേറ്റായി വന്നതുകൊണ്ടും എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ഓർത്തിട്ടാണ് റൂമിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹെയർ ഇങ്ങനെ കെട്ടിവെച്ചത്. ആരും ഇതുപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ ഹെയർ ബെഡിലൊക്കെ ഉരഞ്ഞിട്ട് ഹെയറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും പ്ലേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഹെയറിന് നീളം വെക്കാനും ഉള്ളുണ്ടാവാനും ഒക്കെ നല്ലത്. ഹെയർ പ്ലേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് ഉരഞ്ഞ് ആകെ വൃത്തികേടാവും. അതിനുശേഷം ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി പോവാണ്. ഈ ഫ്രഷായി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക രാവിലെ ആയി എന്നൊക്കെ. അത്രയും സമയം എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവാതെ ആകെ കിളിപോയിരിക്കുമായിരിക്കും. അങ്ങനെ ഫ്രഷായി വന്നു. ഫേസൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ചെറിയൊരു സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് സ്കിൻ കെയർ ഓവറായിട്ട് യൂസ് ചെയ്ത് പിമ്പിൾസും ബ്ലാക്ക് മാർക്സും ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ശരിക്കും പറയുകയാണെങ്കിൽ സ്കിൻ കെയർ നല്ലതാണ്, പക്ഷെ അത് വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ആദ്യം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ മുഖത്തൊക്കെ വാരി തേച്ച് ക്ലിയർ ആയിട്ടിരുന്ന എൻ്റെ ഫേസിൽ ഇപ്പോൾ നിറച്ച് പിമ്പിൾസും ബ്ലാക്ക് മാർക്സും ആയി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് എൻ്റെ ഫേസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ഡ്രോപ്പ് കാസ്റ്റർ ഓയിലും അതിലേക്ക് വളരെ കുറച്ച് മാത്രം വാസലിനും എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് ആ മിക്സ്ചറാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ രീതിയിലൊരു മസാജാണ് കൊടുക്കുന്നത്. മൈൽഡായിട്ടുള്ളൊരു മസാജ്, ഇങ്ങനെ വളരെ ബലം കൊടുത്തിട്ടുള്ള അങ്ങനത്തെ മസാജൊന്നുമല്ല. വളരെ മൈൽഡായിട്ട് എനിക്കറിയുന്ന പോലെ ചെറിയ രീതിയിലുള്ളൊരു മസാജാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കിന്നിലേക്ക് ഈ കാസ്റ്റർ ഓയിൽ പോവും. അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫേസിലുള്ള ഇൻഫ്ലമേഷൻസൊക്കെ മാറാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിമ്പിൾസിന് അത് ഒത്തിരി നല്ലതാണ്. കാരണം കാസ്റ്റർ ഓയിൽ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. അപ്പം പിമ്പിൾസ് വരാതിരിക്കാനും ഇപ്പോൾ വന്നിട്ടുള്ള പിമ്പിൾസ് താഴ്ന്നു പോകാനും ഒക്കെ നല്ലതാണ്. നമ്മളുടെ കോക്കനട്ട് ഓയിൽ നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്താൽ പിമ്പിൾസ് വരില്ലേ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ അമിതമായി ഉപയോഗിച്ചാൽ പിമ്പിൾസ് വരും. അതുകൊണ്ട് തന്നെ 1-2 ഡ്രോപ്പ് മാത്രമേ ഇപ്പം എന്ത് ഓയിലാണെങ്കിലും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയാണ്. വെള്ളം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബോട്ടിലിൻ്റെ ഹാഫ് വരെ കുടിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ. പക്ഷെ എനിക്ക് ഇന്നെന്തോ അത്രയൊന്നും കുടിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു ദിവസം എന്താ പറയുക, ഒരു 24 hours നമ്മളുടെ വെയിറ്റിനനുസരിച്ച് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുണ്ട്. ആ ഒരു കണക്ക് നോക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചിട്ട് ഒത്തിരി വെള്ളം കുടിച്ചാൽ അതും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഒരു പരിധി വരെ വെള്ളമായാലും കുടിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇനി വർക്കൗട്ട് ചെയ്യണമല്ലോ എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് കുറച്ച് സമയം ഞാനിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഞാൻ എഴുന്നേറ്റിട്ട് ആ ഒരു മന്ദത ശരിക്കും അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിനുശേഷം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറാനായിട്ട് ഇത്തിരി സമയം വേണം. അത് കഴിഞ്ഞാലാണ് എനിക്ക് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ മടിയായിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തും. അങ്ങനെ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ താഴത്തേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. അപ്പോൾ അമ്മേനെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ താഴത്തേക്ക് പോകുന്നത്. താഴത്ത് ചെന്നപ്പോഴാണ് ഞാൻ ആ സത്യം കണ്ടുപിടിച്ചത്. എൻ്റെ ഹെയറിലിടുന്ന ബാൻഡ് കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, അപ്പൻ TV കാണാൻ വേണ്ടി ഇരിക്കുന്ന ടീപ്പോയുടെ അടുത്ത് അത് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഹെയർ ബാൻഡും ഹെയറിലിട്ടിട്ട് ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അതിനുശേഷം ഞാൻ വെള്ളം കുടിച്ചല്ലോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. അതല്ലാതെ ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ നെല്ലിക്കയുടെ ഒരു ഷോർട്ട്സ് പോലെ. ഒരു നെല്ലിക്കയാണ് ഇത് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് അരിച്ചെടുക്കും. ഇത് രാവിലെ ഞാൻ കുടിക്കാറുണ്ട്.
വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റിംഗ് ഇൻ ദ മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വേറെ ഒരു സാധനം കഴിക്കുന്നതിന് മുന്നേ ഇത് കുടിക്കാറുണ്ട്. നല്ല പുളിയായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, നന്നായിട്ട് ഓർക്കിഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി കുറച്ച് സമയം നോക്കിയിരുന്നു. അപ്പോൾ വീട്ടിലത്തെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ടർക്കീനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഒച്ചയുണ്ടാക്കി തുറന്നിടാൻ വേണ്ടിയായിരിക്കും, പക്ഷെ ഇപ്പം അതിന് തുറന്നിടുന്ന സമയമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ പോയി നോക്കിയിരുന്നു. അപ്പോൾ അപ്പം വന്നിട്ട് പറഞ്ഞു, ഇതേ ചെമ്പകം പൂത്തിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്, നീ ഒന്ന് മണത്ത് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പം ഞാൻ ആണോ എന്ന് പറഞ്ഞിട്ട് മണത്ത് നോക്കിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ചെമ്പകം പൂക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണിങ്ങനെ വിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. നല്ല ഫ്രേഗ്രൻസ് ആട്ടോ, നല്ല മണമാണ്. ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ അതല്ലാതെ തറവാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മാവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പോയി നോക്കി. അപ്പോൾ ഈ വേനലിന് കുറച്ചധികം മാങ്ങ ഉണ്ടാവുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അപ്പനോടും അമ്മയോടൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു പെറ്റ് ഡോഗ് ഉണ്ട്. അപ്പോൾ അതിനെ കുറച്ച് സമയം കളിപ്പിച്ചു, അതിനെ കുറച്ച് സമയം മുറ്റത്ത് ഓടാനൊക്കെ വിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി എൻ്റെ എല്ലാ മോർണിംഗ്സും പോവാറ്. എന്നാലാണ് എനിക്കൊരു ഉണർവ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മുറ്റത്തൊക്കെ നടന്നില്ലെങ്കിൽ എനിക്ക് ഓർക്കച്ചടവ് ഉച്ചയായാലും വൈകിട്ടായാലും പിറ്റേ ദിവസം രാവിലെ ആയാലും പോവില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും എന്താ പറയുക ഓടിക്കളിക്കലും ഭയങ്കര രസമായിട്ടൊക്കെ നടക്കും. അപ്പം എൻ്റെ മോർണിംഗ്സൊക്കെ അങ്ങനെ അവൻ്റെ ഒപ്പമാണ് പോവാറ്. പിന്നെ ആണെങ്കിൽ ഇന്ന് രാവിലെ പുട്ടായിരുന്നു, പുട്ടും കടലയും. അപ്പോൾ പുട്ടും കടലയും കഴിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നന്നായിട്ട് കഴിക്കണം. പുട്ടല്ല കൂടുതൽ കഴിക്കേണ്ടത്, കടലയാണ് കൂടുതൽ കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ വർക്കൗട്ട് റൊട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും കറിയാണ് കൂടുതൽ കഴിക്കുന്നത്. അതിനുശേഷം നെറ്റ്ഫ്ലിക്സിലൊരു മൂവി കണ്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.